ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സർക്കാർ പുറപ്പെടുവിച്ച ചില ഉത്തരവുകളും അറിയിപ്പുകളും, പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും മറ്റു ചില പ്രധാന അറിയിപ്പുകളുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. രാജ്യത്ത് ഒക്ടോബർ 3 ഭാരത ബന്ദ്. സംസ്ഥാനത്ത് 30-ാം തീയതി കൂടി പൂജ ഹോളിഡേയായി പ്രഖ്യാപിച്ചതിന് പുറമെയാണ് ഒക്ടോബർ 3 ഭാരത ബന്ദ്. രാജ്യത്ത് ഒക്ടോബർ 3 ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്ത് അഖില ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. വഖഫ് നിയമഭേദിക്കെതിരെയാണ് ബന്ദ്. രാജ്യവ്യാപകമായി ബന്ദ് നടത്തുമെന്നാണ് വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കിയത്. ഒക്ടോബർ 3 വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരിക്കും ബന്ദ്. രാജ്യത്തൊട്ടാകെയുള്ള ആശുപത്രികൾ, അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവ ഒഴികെയുള്ള കടകൾ, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ബന്ദിൽ സഹകരിക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെട്ടത്. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കടകൾ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ ബന്ദ് എങ്ങനെയായിരിക്കുമെന്ന സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ബോർഡ് വിവിധ വിഭാഗങ്ങളുടെ സഹകരണം മാത്രമാണ് ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്ത് ഏതെല്ലാം സംഘടനകൾ ബന്ദിന്റെ ഭാഗമാവും എന്ന കാര്യവും വ്യക്തമായിട്ടില്ല. വഖഫ് ഭേദഗതി ബില്ല് 2025 നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ബന്ദെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ നിയമത്തിനെതിരെ തങ്ങൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു. ബന്ദ് രാജ്യത്ത് സമാധാനപരമായിരിക്കുമെന്ന് ബോർഡ് അറിയിച്ചു. മറ്റൊരറിയിപ്പ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC പ്രകാരമുള്ള ഈടില്ലാത്ത വായ്പ തുക 1.60 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷമായി ഉയർത്തി. ഈടോട് കൂടിയ വായ്പ 3 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷമായി ഉയർത്തി. കർഷകർ എന്ത് കൃഷിയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് തുക ലഭിക്കുക. 1 സെന്റിന് ഇത്ര രൂപ എന്ന നിലയിലാണ് വായ്പ ലഭിക്കുക. പരമാവധി ഈടില്ലാതെ 2 ലക്ഷം രൂപ വരെയും ഈടോടുകൂടി 5 ലക്ഷം രൂപ വരെയും ലഭിക്കും. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഈ വായ്പ സൗകര്യമുണ്ട്. എന്നാൽ പല ബാങ്കുകളിലും പല പേരിലാണ് ഈ വായ്പ അറിയപ്പെടുന്നത്. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് ഓണം ബമ്പർ നറുക്കെടുപ്പ് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ലക്ഷക്കണക്കിന് ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഇനിയും ടിക്കറ്റ് എടുക്കാനുള്ളവർ എത്രയും വേഗം എടുക്കേണ്ടതാണ്. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് നീല വെള്ള റേഷൻ ഉടമകൾക്ക് സന്തോഷ വാർത്ത. ഓണത്തിന് 20 കിലോ സ്പെഷ്യൽ അരി 25 രൂപ നിരക്കിൽ നൽകിയത് തുടരുമെന്ന് മന്ത്രി GR അനിൽ പ്രഖ്യാപിച്ചു. നിലവിലെ നിരക്ക് റൈസ് 8 രൂപ 33 പൈസ നിരക്കിലും സ്പെഷ്യൽ റൈസ് അഥവാ സ്പെഷ്യൽ അരി 20 കിലോ 25 രൂപ നിരക്കിലുമാകും വെള്ള നീല കാർഡുകൾക്ക് ലഭിക്കുക. ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം 26/9/2025 വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചിരുന്നു. എന്നാൽ പല ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേർന്നിരുന്നില്ല. 29/9/2025 മുതൽ തുക എത്തിച്ചേരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേർന്നു എന്ന് ശ്രദ്ധിക്കുക.